ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. അറിയുക, നിശ്ചയം അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിതരുമല്ല. അനന്തവിശാലമായ അണ്ടകടാഹം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിലായത്തെന്ന അത്യുന്നത പദവി നൽകി അനുഗ്രഹിക്കാറുണ്ട്. ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഇവരെ പിൽക്കാലത്ത് പ്രശസ്തിയുടെ പൂമാലകൾ കൊണ്ട് ജനങ്ങൾ സ്വീകരിക്കാറുമുണ്ട്. അത്തരത്തിലുള്ള ഉന്നത പദവി നൽകി അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മുടെ സ്മര്യപുരുഷനായ കമ്മുസൂഫി എന്ന പേരിലറിയപ്പെടുന്ന അശ്ശൈഖ് കമാലുദ്ദീൻ നവറല്ലാഹു മർക്കദ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ 55-ാം മൈലിൽ നിന്ന് 1.5 കിലോമീറ്റർ വടക്കോട്ടും മണ്ണാർക്കാട് അലനല്ലൂർ റൂട്ടിൽ ഭീമനാടിൽ നിന്നും 1.5 കിലോമീറ്റർ തെക്കോട്ടും സഞ്ചരിച്ചാൽ തെയ്യോട്ടുചിറ എന്ന ഗ്രാമത്തിലെത്താം. ഹിജറ 1190-ൽ തയ്യോട്ടുചിറ എന്ന ഗ്രാമത്തിലായിരുന്നു ജനനം. സദ്വൃത്തരായ പിതാവ് അബ്ദുൽ അസീസിന്റെയും മാതാവ് ഖദീജയുടെയും തഖ്വയിലധിഷ്ഠിതമായ ജീവിതം മഹാനവറുകളുടെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ തന്നെ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. സ്വദേശത്തുവെച്ച് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി കേരളത്തിന്റെ മക്കയായ പൊന്നാനിയിൽ ദർസിൽ ചേരുകയും പണ്ഡിത പ്രതിഭയും സൂഫിവര്യനുമായ മമ്മിക്കുട്ടി ഖാലി എന്നിവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ ദീനീ വിജ്ഞാനത്തിന്റെ ഉന്നത സോപാനങ്ങൾ താണ്ടിയ സൂഫിയവർകൾ തന്റെ വന്യഗുരുവിന്റെ അനുഗ്രഹാശിസുകളോടെ നാട്ടിൽ തിരിച്ചെത്തി ദീനീ വിജ്ഞാനത്തിന് തിരികൊളുത്തുകയും ചെയ്തു. ഭൗതികതയുടെ ആഡംബരങ്ങളെല്ലാം പരിത്യജിച്ച് അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക വഴി ആത്മീയതയുടെ പടവുകൾ താണ്ടാൻ നമ്മുടെ സ്മര്യപുരുഷന് പല മഹാന്മാരുടെയും സൂഫിവര്യന്മാരുടെയും സഹായം താങ്ങും തണലുമായിട്ടുണ്ട്. കൈരളിയുടെ ആത്മീയതയെ തൊട്ടുണർത്തിയ ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദലവി തങ്ങൾ, വെളിയങ്കോട് ഉമർ ഖാലി, ബൈത്താർ മുസ്ലിയാർ, പുത്തനങ്ങാടി സി അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയവർ മഹാനവറുകളുടെ ജീവിതദിശ നിർണയിച്ചവരിൽ അവിസ്മരണീയ സാന്നിധ്യങ്ങളാണ്. ധന്യജീവിതം മുഴുവൻ സൂക്ഷ്മത മുഖമുദ്രയാക്കി മാറ്റിയ സൂഫിയവറുകളുടെ ജീവിതം വളരെ സ്മരണീയമാണ്. പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച മഹാനവറുകളുടെ ജീവിത വരുമാന മാർഗവും കൃഷി തന്നെയായിരുന്നു. കാലിവളം നജസാണെന്ന് വിശുദ്ധ ദീൻ അനുശാസിക്കുന്നതിനാൽ തന്റെ കൃഷിയിടങ്ങളിൽ അത് ഉപയോഗിക്കുന്നത് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാലികളെക്കൊണ്ട് നിലം ഉഴുതുമ്പോൾ പോലും അവരുടെ പിന്നിൽ കുട്ടകെട്ടി ചാണകം നിലത്ത് വീഴാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. സൂഫിയവറുകളോടുള്ള ആദരവെന്നോണം ഇന്നും സ്ഥലവാസികൾ പ്രസ്തുത കൃഷിയിടങ്ങളിൽ കാലിവളം ഉപയോഗിക്കാറില്ല. യുഗങ്ങളിലേക്ക് പ്രകാശം പ്രസരിപ്പിക്കാൻ കഴിവുള്ള ചാലകശക്തികളാണല്ലോ അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ജീവിതം മുഴുവൻ ഇലാഹി ഭക്തിയിൽ തളച്ചിട്ട മഹാന്റെ ജീവിതത്തിലെ സൂക്ഷ്മതയുടെ താളുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. തെയ്യോട്ടുചിറ എന്ന ഗ്രാമത്തിൽ ജുമുഅ പോലും സ്ഥാപിക്കാത്ത കാലത്ത് കിലോമീറ്ററുകൾ അകലെയുള്ള പുത്തനങ്ങാടി പള്ളിയിലേക്കായിരുന്നു സൂഫിയവറുകൾ ജുമുഅക്ക് പോയിരുന്നത്. ഇന്നു കാണുന്ന പോലെ വാഹന സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ കാലത്ത് കാടുകളും വയലുകളും നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ കാതങ്ങൾ താണ്ടി കാൽനടയാത്ര ചെയ്തു വേണം അവിടെ എത്തിച്ചേരാൻ. പതിവ് പോലെ ഒരു വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ മഹാൻ തന്റെ കുടയിൽ കുരുങ്ങിയ എള്ളിൻ കതിര് കണ്ട് സ്തബ്ധനായി. നാളെ ജഗന്നിയന്താവിന്റെ കോടതിയിൽ ഇതിനുത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ആദിമൂലം ശരീരത്തെ തളർത്തിയ ക്ഷീണം പോലും വകവയ്ക്കാതെ കാതങ്ങൾ പിറകോട്ട് നടന്ന് നിസ്സാരമായ ആ ധാന്യമണികൾ ഉടമസ്ഥന് തിരിച്ചേൽപ്പിച്ചപ്പോഴാണ് മഹാനവറുകൾക്ക് ആശ്വാസമായത്. ഇതിലപ്പുറം എന്തു വേണം ആ മഹാമനീഷിയുടെ സൂക്ഷ്മതയുടെ ആഴമളക്കാൻ? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നിന്ന് അനേകം അത്ഭുതസിദ്ധികൾ പ്രകടമാവാറുള്ളതുപോലെ മഹാനവറുകളുടെ ജീവിതവും അത്ഭുതസിദ്ധികളാൽ സമൃദ്ധമാണ്. ഭൗതികതയുടെ അതിപ്രസരത്തിൽ മലീമസമായ നവയുഗത്തിലും ആ ധന്യജീവിതത്തിന്റെ വിശുദ്ധിക്ക് അടിവരയിടുന്നതാണ് അവിടത്തെ കറാമത്തുകൾ. മഗരിബ് നമസ്കാരത്തിനായി അംഗസ്നാനം വരുത്താൻ പള്ളിയുടെ ചാരത്തുള്ള കുളത്തിലേക്ക് പോയ മഹാനെ ഉഗ്രവിഷമുള്ള സർപ്പം കാലിൽ കൊത്തിയെങ്കിലും ഇലാഹി ചിന്തയിൽ മുഴുകിയ സൂഫിയവറുകൾ അത് തെല്ലും ഗൗനിക്കാതെ ഇബാദത്തുകളിൽ മുഴുകി. സുബഹ് നിസ്കാരം കഴിഞ്ഞപ്പോൾ മുഅദ്ദിനെ വിളിച്ച് വിഷയം സൂചിപ്പിച്ചു. പരിഭ്രാന്തിയോടെ കുളക്കരയിലെത്തിയ അദ്ദേഹം ചലനമറ്റുകിടക്കുന്ന സർപ്പത്തെയാണ് കണ്ടത്.
സൂഫിയവറുകളുടെ വിഷം പാമ്പിനേറ്റെന്ന് ചുരുക്കം. തെയ്യോട്ടുചിറയിലും പരിസരത്തും പ്രകൃതി രമണീയതയുടെ ശാലീന സൗന്ദര്യത്തോടെ ഉയർന്നു നിൽക്കുന്ന പനകൾക്ക് സൂഫിവര്യരെക്കുറിച്ച് പറയാനുള്ളത് വ്യത്യസ്തമായൊരു ചരിത്രമാണ്. കുളത്തിൽ സ്ത്രീകൾ കുളിക്കുന്ന സമയത്ത് പനയിൽ കയറി കള്ളു ചെത്തിയവനോട് ഇസ്ലാം നിഷിദ്ധമാക്കിയ ഈ പ്രവൃത്തി ഇനി ആവർത്തിക്കരുതെന്ന് മഹാൻ ആവശ്യപ്പെട്ടു. പുണ്യരുടെ മഹത്വം മനസ്സിലാക്കാതെ വീണ്ടും കള്ളുചെത്ത് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ പനകൾ അനുസരിക്കും എന്നു പറഞ്ഞ് ഇനി കള്ളു കൊടുക്കരുത് എന്ന് താക്കീത് ചെയ്ത് മഹാനവറുകൾ തിരിച്ചു നടന്നു. ഇന്നും തെയ്യോട്ടുചിറയിലും പരിസര പ്രദേശങ്ങളിലും പനകളിൽ നിന്നും കള്ള് ലഭിക്കാറില്ല എന്നത് മഹാനവറുകളുടെ ജീവിച്ചിരിക്കുന്ന കറാമത്താണ്. കാലങ്ങളായി തെയ്യോട്ടുചിറ ഗ്രാമത്തിന്റെ മഹാത്മ്യം പുറംലോകമറിയുന്നത് മഹാനവറുകളിലൂടെയും അവിടുന്ന് സ്ഥാപിച്ച സത്യപ്പള്ളിയിലൂടെയുമാണ്. പുരാതന തച്ചുശാസ്ത്രത്തിന്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന സത്യപ്പള്ളി ശിഥിലമായ കുടുംബ പ്രശ്നങ്ങൾക്കും സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങൾക്കും ന്യായവിധി നൽകുന്ന കോടതി തന്നെയാണ്. പരിസരത്തുള്ള സിവിൽ കോടതികൾ പോലും കൈമലർത്തുന്ന സങ്കീർണ പ്രശ്നങ്ങൾക്ക് മഹാനവറുകളുടെ കറാമത്തിനാൽ നിമിഷനേരങ്ങൾ കൊണ്ട് സത്യപ്പള്ളി പരിഹാരമോതുന്നു. സത്യാസത്യങ്ങൾ വേർതിരിക്കുന്നതും കള്ളസത്യങ്ങൾ പൊളിയുന്നതും സത്യപ്പള്ളിയുടെ പേരിന് പെരുമ കൂട്ടുന്നു. ആത്മീയതയുടെ മഹാപ്രപഞ്ചം തീർത്ത ഷെയ്ഖ് കമ്മു സൂഫിയവറുകളുടെ കറാമത്തുകളും പ്രശസ്തിയും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. തന്റെ ജീവിതത്തിലെ വീരകൃത്യങ്ങൾ കൊണ്ട് 1000 നൂറ്റാണ്ടുകൾക്ക് വെളിച്ചമേകുന്ന ധന്യചരിതം വിരചിതമാക്കിയ ആത്മീയതയുടെ അനശ്വര രൂപം ഹിജ്റ 1249 സർവാധിരാജന്റെ സന്നിധിയിലേക്ക് യാത്രയായി. തലമുറകളിപ്പുറത്തേക്ക് പ്രകാശം ചൊരിച്ച ആ വിളക്കുമാടത്തിന്റെ സന്നിധാനത്തിലേക്ക് ദൈനംദിനം ആയിരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നീറുന്ന 100 പ്രശ്നങ്ങൾ കൊണ്ട് മഹാന്റെ സവിധത്തിലെത്തുന്നവർ ആത്മീയ സ്പർശം കൊണ്ട് നിർവൃതിയടഞ്ഞ് തിരിച്ചു പോകുന്നത് ഇവിടത്തുകാർക്ക് സ്ഥിരം കാഴ്ചയാണ്. കമ്മുസൂഫി മക്കാമിനരികിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖവറുകളുടെ സതീർത്ഥ്യരായ ഷഹീദ് അവറാൻ ഉപ്പാപ്പ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ പുണ്യം വിളിച്ചറിയിക്കുന്ന മറ്റൊരടയാളമാണ്. ആദ്യകാലങ്ങളിൽ കുറുപ്പ് എന്നറിയപ്പെട്ടിരുന്ന അമുസ്ലിമായിരുന്ന ഷഹീദ് അവറാൻ ഉപ്പാപ്പ മഹാനവറുകളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ദീനിനു വേണ്ടി രക്തസാക്ഷിയാവാമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പിൽക്കാലത്ത് സമീപ പ്രദേശത്ത് ലഹള നടക്കുന്നതറിഞ്ഞ് അതിൽ പങ്കെടുക്കുകയും വീരമൃത്യു വരിക്കുകയും ചെയ്തു. ചാണകക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഷഹീദവറുകളുടെ ശരീരം കമ്മുസൂഫി തങ്ങൾക്ക് ലഭിച്ച സ്വപ്നദർശനത്തിലൂടെയാണ് തെയ്യോട്ടുചിറയിലെത്തിച്ച് മറവ് ചെയ്തത്. ജീവിതകാലത്തെ ഇണപിരിയാത്ത ബന്ധം സൂക്ഷിച്ച് മഹാനവറുകളുടെ ചാരത്തായി ഷഹീദ് അവറാൻ ഉപ്പാപ്പ നബ്ബറല്ലാഹു മർക്കദ അന്ത്യവിശ്രമം കൊള്ളുന്നു. കമ്മുസൂഫി നബ്ബറല്ലാഹു മർക്കദ അവറുകളുടെ സ്മരണ വിളിച്ചറിയിച്ച് വർഷം തോറും നടത്തിവരാറുള്ള ആണ്ടുനേർച്ച കേരളത്തിനകത്തും പുറത്തും പ്രസിദ്ധമാണ്. മഹൽ സംരംഭത്തിൽ ഭാഗവക്കാവാൻ ദുൽഹിജ്ജ് മാസം ആദ്യ 6 ദിവസങ്ങളിൽ 10,000ങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. വിജ്ഞാന സദസ്സുകളിലും ദിക്റുദുആ സമ്മേളനങ്ങളിലും അന്നദാനത്തിലും പങ്കെടുത്ത് ജീവിതം ധന്യമാക്കിയാണ് ഈ നാടിനെ പിരിയാറുള്ളത്. തെയ്യോട്ടുചിറയുടെ ചരിത്രമെഴുതുമ്പോൾ ആർക്കും വിസ്മരിക്കാനാവാത്ത അധ്യായമാണ് മർഹൂം കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദ. തെയ്യോട്ടുചിറയെയും കമ്മുസൂഫി അവറുകളെയും പ്രശസ്തിയുടെ പരകോടിയിലെത്തിച്ചത് മഹാനവറുകളാണ്. കാലങ്ങളെത്ര കഴിഞ്ഞാലും ദീനി പ്രബോധന വീതിയിലെ വൈതരണികളെ തട്ടിമാറ്റി തെയ്യോട്ടുചിറയിൽ വിസ്മയം തീർത്ത ആ മഹാമനീഷിയെ കണ്ണീരോടെയല്ലാതെ ഓർക്കാൻ ഈ നാട്ടുകാർക്കാവില്ല. കാടും മരങ്ങളും നിറഞ്ഞ ഈ കുഗ്രാമത്തിൽ കല്ലൂർ ഉസ്താദ് നടത്തിയ പരിവർത്തനങ്ങൾ അത്രയ്ക്കുണ്ട് പറയാൻ. കാലത്തിന്റെ കാലൊച്ചകൾ കാലേ കൂട്ടി കണ്ടറിഞ്ഞ് വിശുദ്ധ ദീനിന്റെ കാലോചിതമായ ജ്ഞാനപ്രസരണത്തെക്കുറിച്ച് ഷെയ്ഖുന ചിന്തിച്ചതിന്റെ ഫലമായാണ് ആദർശ കൈരളി ഉറ്റുനോക്കുന്ന കമ്മുസൂഫി മെമ്മോറിയൽ ഇസ്ലാമിക് കോംപ്ലക്സ് KMIC തെയ്യോട്ടുചിറയിൽ സ്ഥാപിതമായത്. ചിലവേറിയ ഇത്തരം സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അസാധ്യമായ അക്കാലത്ത് ഉസ്താദവറുകളുടെ ദീർഘവീക്ഷണവും കർമ്മകുശലതയും കുശാഗ്രബുദ്ധിയുമാണ് ഈ സമുച്ചയത്തെ പടുത്തുയർത്തിയത്. കമ്മുസൂഫി തങ്ങളുടെ ആത്മീയ മേൽനോട്ടത്തിൽ 300ഓളം വിദ്യാർത്ഥികളാണ് ഇന്ന് KMICയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ മേൽനോട്ടത്തിൽ മതരംഗത്ത് മുക്തസർ ബിരുദവും ഭൗതിക മേഖലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ബിരുദവും നൽകുന്നതിനു പുറമെ ചതുർഭാഷകളിലും
IT രംഗത്തും പ്രാവീണ്യം നൽകുക വഴി ദീനീ പ്രചരണത്തിന് കരുത്തുറ്റ സംഘത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം KMIC നിറവേറ്റിവരുന്നു. ഇവിടുന്ന് പഠനം പൂർത്തിയാക്കുന്ന പണ്ഡിതരെ മൗലവി ആലിം കമാലി ബിരുദം നൽകി ആദരിക്കുന്നു. വിശാലമായ ലൈബ്രറിയും കുത്തുബുഖാനയും സാഹിത്യ സംരംഭങ്ങളുമെല്ലാം KMICയുടെ തിളക്കത്തിന് പത്തരമാറ്റ് നൽകുന്നു. 4ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകി വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന മഹൽ ലക്ഷ്യത്തിലേക്കുള്ള ഹിഫ്ളുൽ ഖുർആൻ കോളേജ് KMICക്കു കീഴിൽ പ്രവർത്തിച്ചുവരുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുബന്ധ കോഴ്സുകൾ നൽകി ഹാഫിൽ ആലിം കമാലി ബിരുദം നൽകുക എന്നതാണ് തൽസ്ഥാപനത്തിന്റെ ലക്ഷ്യം. കമ്മു സൂഫി അവറുകളുടെ മക്കാമിലെത്തുന്ന വരുമാനമാണ് KMICയുടെ സാമ്പത്തിക സ്രോതസ്. സയ്യിദ് ഉമർ ശിഹാബ് തങ്ങൾ, PVS മുസ്തഫ പൂക്കോയത്തങ്ങൾ, കുരുവമ്പലം ഉണ്ണിക്കോയത്തങ്ങൾ തുടങ്ങിയ മഹാരഥന്മാർ നേതൃത്വം നൽകിയ ഹയാത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയാണ് ഈ പ്രവർത്തനങ്ങൾക്കത്രയും കാർമ്മികത്വം വഹിക്കുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മരിക്കുന്നില്ല, മറിച്ച് അവരെന്നും ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിത വഴിയെ നമുക്ക് മാതൃകയാക്കിയെടുക്കാം. അവർ പകർന്നു തന്നത് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. നന്മയുടെ വഴിയിൽ അവരെ പിൻപറ്റി നമുക്ക് ജീവിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.